പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവകൃപയിലും ദൈവികമായ സാന്നിധ്യത്തിലും നിറച്ചുകൊണ്ട് അമ്മ മാതാവിന്റെ ശക്തമായ മധ്യസ്ഥത്തില് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്ന അവിടുത്തെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അമ്മ മാതാവിന്റെ പ്രത്യേക മധ്യസ്ഥത്തില് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയിൽ നിന്ന് പഠിക്കേണ്ട, അമ്മ ഞങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച് അതിനനുസരിച്ച് ജീവിക്കാനുള്ള വലിയൊരു കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണമേ. പ്രത്യേക വിധത്തില് അമ്മയ്ക്ക് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ സന്തോഷത്തോടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തിലും യൗസപിതാവിന്റെ മധ്യസ്ഥത്തിലും തിരുക്കുടുംബത്തിന്റെ സജീവ സാന്നിധ്യത്തിലും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ നമ്മെ ദൈവം അനുവദിച്ചത് തന്നെ വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടെ, ഉറപ്പുള്ള ശരണത്തോടെ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് അമ്മയിൽ നിന്ന് പഠിക്കുന്ന, അമ്മയാകുന്ന സ്കൂളിൽ നിന്ന് പഠിക്കുന്ന വലിയൊരു കാര്യം മംഗളവാർത്തയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാം, അമ്മ ദേവാലയത്തില്, ദൈവ സന്നിധിയില്, ദൈവവചനത്തോട് ചേർന്ന് രക്ഷകനെ കാത്തിരുന്നുകൊണ്ട് ഒത്തിരിയേറെ പ്രാർത്ഥനയിലാണ് അമ്മയായിരിക്കുന്നത്. ഈ സമയത്താണ് അമ്മയ്ക്ക് മംഗളവാർത്ത ലഭിക്കുന്നത്. അതിനു മുമ്പ് തന്നെ യൗസപിതാവുമായുള്ള വിവാഹ നിശ്ചയം ഒക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നത് ദൈവഹിത പ്രകാരം, ദൈവത്തിന്റെ ആലോചന, പുരോഹിതന്മാരുടെ ഇടപെടല്, സ്വർഗത്തിന്റെ പ്രത്യേക ഇടപെടല്, അങ്ങനെ ദൈവം നിയോഗിച്ച, നിശ്ചയിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ദൈവാലയവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവമായുള്ള ആഴമായ ബന്ധത്തില് ശക്തമായ തീരുമാനം എടുത്തുകൊണ്ടാണ് അമ്മ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ കന്യകാവ്രതം നേർന്ന് ദൈവത്തിന് തന്നെ പരിപൂർണമായിട്ടും സമർപ്പിച്ചിരുന്നു. യോസേപ്പിതാവും അങ്ങനെ തന്നെയാണ്. കന്യാവ്രതത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന് സമർപ്പിച്ച ഒരു യുവാവാണ് യൗസേപ്പ്. അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് ദൈവത്തിന്റെ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് ഇറങ്ങി വരികയാണ്. അമ്മയോട് ദൈവത്തിന്റെ ദൂത് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശുവിന് പേരിടണം. അങ്ങനെ ഈ മംഗളവാർത്ത അറിയിക്കുമ്പോ മാതാവിനറിയാം. മാതാവ് പ്രവചനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവാചന പുസ്തകം 7:14 കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും എന്നുള്ള രക്ഷകന്റെ ജനനത്തിന്റെ പൂർത്തീകരണമൊക്കെ മാതാവിനറിയാം. ആ അവസ്ഥയിൽ ഇത് സ്വർഗത്തിൽ ഇടപെടലുണ്ടായപ്പോ അമ്മ ഒറ്റ കാര്യം മാത്രം ചോദിക്കുന്നുള്ളൂ. എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മാതാവിനെല്ലാം അറിയാം. ഈശോ ജനിക്കാൻ പോകുന്നതും രക്ഷകന്റെ ജനനത്തെ കുറിച്ചും അത് കന്യകയിലൂടെയാണെന്നും തന്റെ കന്യകാവ്രതം ഒരിക്കലും ലംഘിക്കേണ്ടി വരത്തില്ലെന്നും എല്ലാം അമ്മയ്ക്ക് അറിയാം. എങ്കിലും അമ്മ ഇതാ ദൂതനോട് ഇത് ദൈവത്തിന്റെ പദ്ധതിയാണെന്നും ദൈവഹിതമാണെന്നും അറിയാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ്, ഇതെങ്ങനെ സംഭവിക്കും? നമുക്കറിയാം, ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോ പല കാര്യങ്ങൾ കേൾക്കും. ഇവിടെയൊക്കെ നമ്മളും നമ്മുടെ മക്കളും ഇത് ദൈവഹിതമാണോ, ദൈവത്തിന്റെ പദ്ധതിയാണോ, ദൈവത്തിന്റെ വചനത്തിന് ചേർന്ന് പോകുന്നതാണോ, വചനം തന്നെയാണോ, ദൈവം തന്നെയാണോ എന്ന് ശരിക്കും പരിശോധിക്കണം.
അതിനുള്ള കാരണം എന്ന് പ്രത്യേകിച്ചും ഒത്തിരി തിന്മ നന്മയായിട്ട് തോന്നുന്ന രീതിയിൽ തിന്മകൾ ഏറെ കടന്നു വരുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ആ അടിസ്ഥാനത്തില്, ആ അറിവില്, ഇങ്ങനെ പറയില്ലേ, പിശാച് പോലും പ്രഭാപൂർണനായ മാലാഖയെ പോലെ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും അറിയണം. അതിനെന്ത് വേണം? ദൈവബന്ധം വേണം, ദൈവവചനം വേണം, ജീവിതത്തിന് ഒരു വിശുദ്ധിയുടെ അടിസ്ഥാനം വേണം. അതോടൊപ്പം തന്നെ ദൈവത്തോട് എന്ത് ചോദിക്കാനുള്ള ഒരു ബന്ധം വേണം. അതുകൊണ്ട് ഈ അമ്മ ചോദിച്ചു, ഇതിങ്ങനെയാണ്. അപ്പൊ കറക്റ്റ് മാലാഖ എന്താ പറഞ്ഞേ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും. അപ്പോൾ വചനം ഈ പറഞ്ഞത് സംഭവിക്കും. അതിനുവേണ്ടി നീ പുരുഷനെ അറിയണ്ട, നീ കന്യകയായി തന്നെ തുടരും. ഇത് ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ പ്രവചനമാണ്, രക്ഷകന്റെ ജനനത്തെ കുറിച്ച് സ്വർഗം മുൻകൂട്ടി അറിയിച്ച സന്ദേശമാണ്. ഇത് അമ്മ മനസ്സിലാക്കി, തിരിച്ചറിഞ്ഞു. അവിടെ അമ്മ പറയാണ്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നെ ഭവിക്കട്ടെ. ആ വചനത്തിന് അമ്മ പരിപൂർണമായിട്ടും അടിയറിവ് വെച്ചു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അമ്മയിൽ നിന്ന് പഠിക്കേണ്ട വലിയൊരു കാര്യം, ദൈവത്തിന്റെ വചനം ആണോ, ദൈവത്തിന്റെ ഇഷ്ടമാണോ ഇത് എന്ന് ശരിക്കും അറിയാനുള്ള ഒരു വലിയ ദൈവബന്ധം വേണം, ദൈവിക ജ്ഞാനം വേണം. അതിന് വചനം പഠിക്കണം. മാത്രമല്ല, പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചേർന്നിരുന്ന് ഇത് ദൈവത്തിന്റെ ഹിതമാണെന്ന് ശരിക്കും അറിഞ്ഞ്, അത് ഹിതമാണെങ്കിൽ പിന്നെ ഒരു കോംപ്രമൈസ് ഇല്ല. ഇതാ കർത്താവിന്റെ ദാസി, പിന്നെ ചോദിക്കണില്ല. പല സംഭവങ്ങൾ വന്നേക്കാം. നമുക്കറിയാം, യോസേപ്പിതാവിന്റെ സംശയം എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ഇനി യഹൂദ ജനം, പുരോഹിതന്മാര്, ദേവാലയം, ഇതൊക്കെ സംശയിക്കപ്പെട്ടേക്കാം. പക്ഷെ ഇവിടെയൊക്കെ ദൈവഹിതത്തിന് ഒരു കോംപ്രമൈസ് ഇല്ലാതെ, വരും വരായികൾ ഒന്നും നോക്കാതെ ദൈവഹിതമാണെന്ന് ഉറപ്പുവരുത്തി പിന്നീട് അതിനെ സമർപ്പിച്ചു. പിന്നെ അങ്ങോട്ട് ജീവിക്കാം. വിശ്വാസത്തിന് വേണ്ടി, വചനത്തിന് വേണ്ടി, വരും വരായികൾ നോക്കാതെ ദൈവത്തിന് പരിപൂർണമായും സമർപ്പിച്ച അമ്മയുടെ ജീവിതം. ഒത്തിരിയേറെ രക്തസാക്ഷികൾ, ഒത്തിരി വിശുദ്ധര്, മരിയാകുര്യത്തെ പോലെയുള്ള അനേക പുണ്യാത്മാക്കള് വചനത്തിനു വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി നിലപാടെടുത്ത് രക്തസാക്ഷിത്വം വഹിച്ച പിന്നീടുള്ള ചരിത്രങ്ങളോടെ കടന്നു പോകുമ്പോ ഒരു രക്തസാക്ഷിത്വത്തിന്റെ ഒരു വലിയൊരു കൈവിടലാണ്, അല്ലെങ്കിൽ സമർപ്പിക്കലാണ് പരിശുദ്ധമ്മ തന്റെ ജീവിതത്തില് തന്നെ കൈവിട്ടത്, സമർപ്പിച്ചത്. പിന്നെ അത് ദൈവം നോക്കും. അത് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കള്, നമ്മുടെ ജീവിതങ്ങള്, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ പ്രിയപ്പെട്ടവര് ദൈവവചനം ശരിക്കും മനസ്സിലാക്കി ആ വചനത്തിന് ദൈവത്തിന്റെ മകനെ പോലെ, മകളെ പോലെ, അവകാശത്തെ പോലെ, സ്വന്തം പോലെ, കുറെ കൂടി ആഴത്തിൽ ഒരു ദാസനെ പോലെ, ദാസിയെ പോലെ സമർപ്പിക്കാനുള്ള കൃപ അത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരിയേറെ സ്വരങ്ങൾ കേൾക്കുന്ന ഒരു കാലഘട്ടമാണ്, ഒത്തിരിയേറെ അസത്യങ്ങൾ കേൾക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് സത്യമാകുന്ന വചനം, അവിടുത്തെ വചനമാണ് സത്യം. ആ വചനമാകുന്ന സത്യത്തെ മനസ്സിലാക്കി അതിനെ മുറുകെ പിടിച്ച് അതിനെ സമർപ്പിക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണം, നമ്മൾക്ക് സാധിക്കണം, നമ്മുടെ കുടുംബങ്ങൾക്ക് സാധിക്കണം. നമുക്കിന്ന് അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില് ഈ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പലതും കൂട്ടുകാരിന്ന് കേൾക്കും, കോടതി പലതും പറയും, അല്ലെങ്കിൽ വിദ്യാഭ്യാസം പലതും പറയും, നാട്ടുകാർ പലതും പറയും, സിനിമക്കാര് ഞാൻ പറയാറുണ്ടല്ലോ, സിനിമ, മീഡിയ പലതും പറയും. പക്ഷേ സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ, അവിടുത്തെ വചനമാണല്ലോ സത്യം. യോഹന്നാൻ 17:17 ആ വചനത്തെ മുറുകെ പിടിക്കാനായിട്ട് നമ്മുടെ മക്കൾക്ക് കൃപ ലഭിക്കണം. കൃപ നിറഞ്ഞ ഈ വചനത്തിന് വേണ്ടി അതുപോലെ സമർപ്പിച്ച പരിശുദ്ധ അമ്മ, നമ്മുടെ അമ്മ, അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മുടെ മക്കളെയും നമ്മളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അഭിഷേകം കിട്ടുന്ന മക്കളെ നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയം, ഈ ദിവസം കർത്താവേ, അങ്ങേ തിരുസന്നിധിയിലേക്ക്
ഞങ്ങളുടെ നിയോഗങ്ങള്, ഞങ്ങളുടെ പ്രാർത്ഥനകള്, ഞങ്ങളുടെ മക്കളുടെ അവസ്ഥകള്, അവിടെ അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങള്, രോഗപീഠകള്, തടസ്സങ്ങള് എല്ലാം സമർപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തില് അവർ നേരിടുന്ന എല്ലാ തടസ്സങ്ങളുടെ മേലും കർത്താവേ അവിടുത്തെ ഇടപെടൽ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ മക്കള് അങ്ങയിൽ വളരട്ടെ. ഞങ്ങളുടെ മക്കള് പരിശുദ്ധ അമ്മയെ പോലെ വചനത്തിന് ശരിക്കും സമർപ്പിച്ച് വചനത്തെ വിട്ടു പോകാതെ ഈശോയെ അങ്ങയെ ചേർത്ത് പിടിച്ച് അങ്ങയ്ക്ക് സമർപ്പിച്ച് അങ്ങയുടെ സ്വന്തമായിട്ട് ജീവിക്കാനുള്ള കൃപ നൽകി ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, വചനത്തിന് വിട്ടുപോകുന്ന ഞങ്ങളുടെ മക്കളെ അങ്ങയോട് ചേർത്ത് പിടിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക മക്കള് അങ്ങയെ വിട്ട് പല പാപത്തിന്റെ പിന്നാലെ ഈ ദിവസങ്ങളിൽ അനേക മക്കളാണ് തെറ്റായ സ്നേഹബന്ധത്തില് കണ്ണീരോടെ കുടുംബത്തിന്റെ സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പ്രാർത്ഥനാ നിയോഗങ്ങള്, പ്രത്യേകിച്ചും മക്കള് അന്യമതസ്ഥരുമായിട്ട് പ്രേമബന്ധത്തിൽപ്പെട്ടിരിക്കുന്നു, പ്രേമക്കുരുക്കിൽ വീണിരിക്കുന്നു, ഈശോയെ വിട്ട് വചനം വിട്ട് ഉദാശ വിട്ടൊക്കെ പോകുന്ന അനേക മക്കള്, പല പല പാപത്തിന്റെ പിന്നാലെ പോയ മക്കള്, കൂട്ടുകെട്ടിന്റെ പിന്നാലെ പോയ മക്കള്, അനുസരണമില്ലാത്ത മക്കള്, ഈശോയെ എല്ലാ മക്കളെയും ഏറ്റവും സ്നേഹത്തോടെ അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വചനത്തിന് സമർപ്പിക്കാൻ, സത്യത്തിന് സമർപ്പിക്കാനുള്ള കൃപ നൽകണമേ. പരിശുദ്ധ അമ്മയെ പോലെ വചനം തിരിച്ചറിഞ്ഞ് അത് ദൈവഹിതമാണെന്ന് പരിശോധിച്ചറിഞ്ഞ് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ഈശോയെ അങ്ങേക്ക് സമർപ്പിച്ച, വചനത്തിന് സമർപ്പിച്ച ആ വചനമാകുന്ന അങ്ങയെ മാംസം ധരിച്ച ആ വലിയ അഭിഷേകം, ഈശോയെ ആ വലിയ അഭിഷേകം ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിനോട് ചേർന്ന്, യൗസേപ്പ് പിതാവിനോട് ചേർന്ന് ഈശോയെ ഞങ്ങളും ഒരുമിച്ച് ഞങ്ങളുടെ ഈ പ്രാർത്ഥനയും ഈ നിയോഗങ്ങളും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും തിരുമുമ്പില് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആ വലിയ കൃപ ഞങ്ങളിലേക്ക് ഇപ്പോൾ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിൽ നിന്ന്, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആ വലിയ കൃപയുടെ അഭിഷേക ശക്തി ഇപ്പോൾ സകല മക്കളിലേക്കും വ്യാപരിക്കട്ടെ, നിറയപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അനേക മാതാപിതാക്കളാണ്, അനേകം കുടുംബങ്ങളാണ് മക്കളെ ഓർത്ത് വേദനിക്കുന്ന, വേദനയോടെ വിളിക്കുന്ന. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കൂട്ടായ്മയിൽ പങ്കെടുത്ത് ആ കമന്റ് ബോക്സിൽ നോക്കിയാൽ മതി. ഒത്തിരിയേറെ പേര്, എല്ലാ ദിവസവും 500-600 പേര്. അതോടൊപ്പം തന്നെ അച്ഛനെ വാട്സാപ്പിലും അതോടൊപ്പം തന്നെ ഫോൺ വിളിച്ചൊക്കെ അനേക മക്കൾ. നമുക്ക് എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കാം. നമുക്കറിയാലോ, ഈ 26-ാം തീയതി ഞായറാഴ്ച അഖണ്ഡ ജപമാലയാണ് നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ കർത്താവിന് മുമ്പിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് 26-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണിക്ക് വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് ഈശോയുടെ മുമ്പിലിരുന്ന് ജപമാല ചൊല്ലി നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി തിങ്കളാഴ്ച രാവിലെ 6:30 കുർബാനയോടുകൂടി അവസാനിക്കുന്ന രീതിയിൽ അഖണ്ഡ ജപമാല നമ്മൾ ഒരുമിച്ച് അമ്മയോട് ചേർന്ന് ഒക്ടോബർ മാസത്തിന്റെ ചൈതന്യത്തില് ഒരുമിക്കുകയാണല്ലോ. സാധിക്കുന്ന എല്ലാ മക്കളും ആ ദിവസം കടന്നു വരണേ. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ കടന്നു വരണം. പകലോ രാത്രിയോ എപ്പോഴെങ്കിലൊക്കെ വന്ന് പ്രത്യേകമായി ഒന്ന് പ്രാർത്ഥിക്കണം. അന്നേ ദിനം 3 മണിക്ക് നമ്മുടെ കാർമൽ യൂത്ത് വേഴ്സ്, നമ്മുടെ യുവമക്കള് ഒരുമിച്ച് കൂടുന്ന പ്രാർത്ഥനയാണ്. 3 മണി സമയത്ത്, 3 മണി മുതൽ 4 മണി വരെ യുവജനങ്ങളായിരിക്കും യുവമക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന. യുവമക്കള്, കാർമൽ യൂത്ത് വേഴ്സിലുള്ള യുവമക്കള് അല്ലാതെ ഏതെങ്കിലും യുവമക്കള് ഈ ആലയത്തോട് ചേർന്ന് നിൽക്കുന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആ മക്കളൊക്കെ അന്നേ സമയത്ത് ആ 3 മണിക്ക് 26-ാം തീയതി ഞായറാഴ്ച 3 മണിക്കുള്ള ആ ജപമാലയുടെ സമയത്ത് വന്ന് പങ്കെടുക്കാൻ വേണ്ടി പ്രത്യേകം ക്ഷണിക്കുകയാണ്. ഈശോയെ, അങ്ങയുടെ മക്കളെ അങ്ങ് തന്നെ കൂട്ടിക്കൊണ്ടുവരണം, അങ്ങ് തന്നെ ക്ഷണിക്കണം, അങ്ങ് തന്നെ പ്രചോദിപ്പിക്കണം. അതിനായിട്ട് അങ്ങ് വിളിക്കുന്ന മക്കളെ തിരുഹൃദയത്തിലേക്ക് ഞാൻ പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. 26-ാം തീയതി അനേക മക്കള് ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കട്ടെ. ഈശോയെ,
എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിങ്ങൾ 26-ാം തീയതിയിലെ അകണ്ട ജപമാലയ്ക്ക് വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഏതെങ്കിലും നിയോഗങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾ വാട്സപ്പിലൊക്കെ മെസ്സേജ് വിടുക. തീർച്ചയായിട്ടും 26-ാം തീയതി എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നേരിട്ട് വരാൻ സാധ്യതയുള്ള എല്ലാ മക്കളും കടന്നു വരാനായിട്ട് ശ്രദ്ധിക്കുക. ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആശീർവാദത്തിന് വേണ്ടി സമയം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രത്യേകിച്ച് വചനത്തിന് സമർപ്പിച്ച് ജീവിക്കാൻ വേണ്ട വലിയ അഭിഷേക കൃപ വചനമാകുന്ന ഈശോയിൽ നിന്ന്, ദിവ്യകാരുണ്യത്തിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.